ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പം ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് വൈകുന്നേരം മക്കളൊക്കെ സ്കൂളിട്ട് വരുമ്പം അതേപോലെ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റിയ സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ടീ കേക്ക്. അപ്പം ടീ കേക്ക് ഞാൻ സെയിൽ ചെയ്യണ കേക്കും കൂടിയാണ് കേട്ടത്. അപ്പം ഇനി മക്കളൊക്കെ സ്കൂൾക്ക് പോകണമല്ലുണ്ടെങ്കിൽ മക്കൾക്ക് സ്നാക്സ് കൊടുത്തയക്കണമെങ്കിൽ ഇത് ഉണ്ടാക്കിയാൽ 2-3 ദിവസമൊക്കെ നമുക്ക് കൊടുത്തേക്കാം. മക്കൾക്കാണെങ്കിൽ കേക്കെല്ലാം ഇഷ്ടമാവും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. അപ്പം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ടീ കേക്കിൻ്റെ റെസിപ്പി ആട്ടത്. 3/4 കപ്പ് പാലിക്ക് 100 ഗ്രാമിൻ്റെ ബട്ടർ ഇട്ടുങ്ങാണ്ട് ചെറിയ തീയിൽ നമുക്കൊന്ന് മെൽറ്റ് ചെയ്തുങ്ങാണ്ട് എടുക്കുക. അപ്പോൾ 100 ഗ്രാമിൻ്റെ ഒരു ഫുള്ളായിട്ടുള്ള ബട്ടർ മുഴുവനായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് ചെറിയ തീയിലിട്ടുങ്ങാണ്ട് നമുക്കൊന്ന് ഈ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തുങ്ങാണ്ട് എടുക്കണം. അപ്പോൾ ഈ ബട്ടർ ഓയിൽ ചേർക്കുക. അപ്പോൾ ഈ ബട്ടർ ചേർക്കുമ്പോഴാണ് കേട്ടോ ടീ കേക്കിനും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക. ഇനിയിപ്പോൾ ബട്ടർ ചേർക്കാൻ കഴിയാത്തവരാണെങ്കിൽ അതിന് പകരം സൺഫ്ലവർ ഓയിൽ നമ്മൾ ബാറ്റർ തയ്യാറാക്കുമ്പോൾ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതൊക്കെ മെൽറ്റ് ചെയ്ത് ഗ്യാസ് ഓഫാക്കി ഇനി നമുക്ക് മൈദ അരിച്ചെടുക്കാം. അങ്ങനെ പൊടികളൊക്കെ അരിച്ചെടുക്കാൻ വേണ്ടി ഞാൻ അരിപ്പൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത്. അതിക്ക് 1.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. ഇതൊക്കെ നമുക്ക് ബേക്കിംഗ് സോഡൻ്റെ ആവശ്യമില്ല കേട്ടോ, ബേക്കിംഗ് പൗഡറിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടി ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുക. അങ്ങനെ കോൺഫ്ലവർ ഇട്ട് കൊടുത്തു. പിന്നെ 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ മെഷറിംഗ് കപ്പ് ഉള്ളവരടുത്ത് ഉണ്ടാവും കേട്ടോ, 1 ടീസ്പൂണ് പിന്നെ 1/2 ടീസ്പൂൺ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഈ കാണിച്ചു തരുന്നത് 1 ടീസ്പൂണും 1/2 ടീസ്പൂണാണ് കേട്ടോ. അപ്പോൾ 1.5 ടീസ്പൂണ് പൊടി ഞാനേക്ക് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തേക്കണേ. പിന്നെ ഒരു പിഞ്ച് ഉപ്പ്, കൈ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ നുള്ളിയിട്ട് അങ്ങനെ ഒരു നുള്ളു ഉപ്പ്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കുക. പാൽപ്പൊടി ഉണ്ടെങ്കിൽ 1/4 കപ്പ് പാൽപ്പൊടി ഇട്ട് കൊടുത്താൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. എൻ്റെ കയ്യിൽ പാൽപ്പൊടി ഇല്ല ഇനി, അതുകൊണ്ട് ഞാൻ പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ടില്ല. ഇനി ഈ മിക്സിങ് എന്തായാലും മെയിനായിട്ട് നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. കാരണം അല്ലെങ്കിൽ 2-3 പ്രാവശ്യം അരിച്ചെടുക്കുക. അരിച്ചെടുത്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ മിക്സ് ചെയ്യുക. ഇനി നമുക്കൊരു ബൗളെടുത്തുങ്ങാണ്ട് 3 കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കുക. അപ്പോൾ ഹാൻഡ് ബീറ്റർ ഉള്ളവർ അങ്ങനെ ചെയ്യട്ടോ. എൻ്റെ അടുത്ത് സ്റ്റാൻഡ് ബീറ്ററാണ്, അപ്പോൾ ഞാൻ അത് വെച്ചുകൊണ്ടാണ് ചെയ്യണത്. ഈ ടീ കേക്ക് ഞാൻ 1 kg അളവിലാട്ട പറഞ്ഞു തരുന്നത്. എന്തായാലും ഒരു 30 പീസൊക്കെ 1 kg കൊണ്ട് കിട്ടും. ഇതൊക്കെ നമുക്ക് പൊടിച്ച പഞ്ചസാര ആണെങ്കിൽ 3/4 കപ്പ്, ഞാൻ പൊടിക്കാത്തതായതുകൊണ്ട് 1 കപ്പാണ് ഇട്ടെടുത്തത്. ഈ സ്റ്റാൻഡ് ബീറ്റർ ആയതുകൊണ്ട് പഞ്ചസാര പൊടിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഹാൻഡ് ബീറ്ററിലാണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ പഞ്ചസാര 3/4 കപ്പ് പഞ്ചസാര എടുത്തുകൊണ്ട് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇനി നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. പിന്നെ ഇതൊക്കെ നമുക്ക് വാനില എസൻസ് 1 ടീസ്പൂൺ കേട്ടോ. പിന്നെ അതൊന്ന് പൈനാപ്പിൾ എസൻസും ബട്ടർ എസൻസും ഇതൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ. ഇത് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതൊക്കെ ഓരോ ഡ്രോപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതെന്താ അറിയോ, അധികം ആയാൽ വേറെ ചൊയായി മാറും കേട്ടോ, ഒരു കുത്തൽ വരും. അപ്പോൾ അതില്ലാതെക്കാൻ കുറച്ച് ഞാൻ ഈ ഒഴിച്ചു കൊടുക്കണ മാതിരി ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതൊക്കെ പൈനാപ്പിൾ എസൻസും അതേപോലെ ബട്ടർ എസൻസും ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ബാറ്റർ തയ്യാറാണ് നേരം കൊണ്ട് മോൾഡ് ഉണ്ടല്ലോ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം, അതിൽ ഓയിലൊക്കെ തടവിങ്ങാണ്ട് സെറ്റാക്കി വെക്കാം. ബട്ടർ പേപ്പറൊക്കെ മോൾഡിൻ്റെ രീതിയിൽ കറക്റ്റായിട്ട് വെട്ടിയെടുത്തുകൊണ്ട് അങ്ങനെയും ചെയ്യട്ടോ. ഞാൻ എളുപ്പത്തിനടുക്ക് കീറിങ്ങാണ്ടൊക്കെ വെച്ചെടുക്കലാണ്. പെട്ടെന്നല്ല കേക്കിന് ഓർഡർ വരിക, പിന്നെ ഒഴിവുള്ള സമയത്ത് വെട്ടിയൊക്കെ മറക്കും ചെയ്യും. ഇപ്പം നമ്മളെ ബാറ്റർ തയ്യാറായിക്കണം കേട്ടോ. അപ്പോൾ കണ്ടോ മുട്ടൻ്റെ മഞ്ഞയൊക്കെ വെള്ളമായി മാറിയിരിക്കണം. അപ്പം നമ്മൾ പൊടികൾ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ട് കുറഞ്ഞ സ്പീഡിൽ കേട്ടോ. ഇതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ബീറ്ററിലാണെങ്കിൽ ഹാൻഡ് ബീറ്ററിലാണെങ്കിൽ നമ്മൾ എടുത്തിട്ട് നമ്മളെ സ്പാച്ചിലല്ലേ അത് വെച്ചുങ്ങാണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. പിന്നെ നമ്മളെ മിൽക്കും പാലുള്ള കൂട്ടുണ്ടല്ലോ അതിങ്ങനെ ഇടയ്ക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഫസ്റ്റും നമ്മളെ പൊടി ഇട്ട് കൊടുക്കണം, ലാസ്റ്റും നമ്മളെ പൊടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇടയിലാണ് നമ്മൾ ഈ പാലിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇപ്പോഴൊക്കെ 1 സ്പീഡിലാട്ടോ, കുറഞ്ഞ സ്പീഡിലാണ് ഇത് ഞാൻ ഇട്ടിക്കണത്. അപ്പം ഈ ബീറ്ററിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മൾ സ്പാച്ചിൽ വെച്ചുങ്ങാണ്ട് ഞാൻ ഇട്ടെടുക്കുന്ന സ്പാച്ചിൽ വെച്ചുങ്ങാണ്ട് ഇങ്ങനെ മിക്സ് ചെയ്താൽ മതി. അതേപോലെ മിക്സിങ്ങും കറക്റ്റാണ്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി ഇളക്കരുത്, ഒരു ഭാഗത്തേക്ക് മാത്രം ഇളക്കുക. ഇതൊക്കെ ഏതൊരാൾക്കും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ടീ കേക്കിൻ്റെ റെസിപ്പി ആട്ടെ കാണിക്കണത്. പിന്നെ ഇതൊക്കെ ചെറിയൊരു മഞ്ഞ വരാൻ വേണ്ടിങ്ങാണ്ട് മഞ്ഞ കളർ ഉണ്ടല്ലോ നമ്മൾ കേക്കൊക്കെ ഒഴിച്ചു കൊടുക്കണ ജെൽ കളർ, അത് ഞാനൊരു ഡ്രോപ്പ് അങ്ങനെ അത് ഒഴിച്ചു കൊടുത്തിക്കണ്. ഇതും തന്നെ ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം മതി. അപ്പോൾ ഒരു കളറിന് ഒരു ഭംഗിക്ക് ചെറിയൊരു മഞ്ഞ ഉള്ളിൽ കിട്ടാൻ വേണ്ടിങ്ങാണ്ട് അങ്ങനെ ഒരു തുള്ളി ഒരു ഉറ്റ് എന്നൊക്കെ പറയുമല്ലോ അങ്ങനെ ഒഴിച്ചു കൊടുത്ത്. പിന്നെ ഞാൻ ബീറ്ററൊക്കെ ഓഫ് ചെയ്ത് ഇനി നമുക്ക് മിക്സ് ചെയ്തെങ്ങാണ്ട് നല്ലോണം ഒന്നും കൂടി സ്പാച്ചിൽ വെച്ച് മിക്സ് ചെയ്തിട്ട് നമ്മളെ ടിന്നുണ്ടല്ലോ അതിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ടിന്നിൽ ഒഴിക്കുന്നതിന് മുന്നേ നമ്മൾ ഗ്യാസ്മേലാണിത് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ പൊടികളൊക്കെ അരിച്ചെടുക്കണ നേരം കൊണ്ട് തന്നെ നമ്മളെ ചെമ്പുണ്ടല്ലോ വെക്കണ ചെമ്പ് ഒന്ന് സിമ്മിലാക്കിങ്ങാണ്ട്
നമ്മൾ പാത്രം അടുപ്പത്ത് വെക്കണം. ഇനി ഓവനിലാണ് ചെയ്യണമെങ്കിൽ നമ്മളെ ഓവന് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം അതിൽ വെക്കാൻ. അപ്പം ഞാനിതിൻ്റെ ഇടയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിരിക്കണം. ഓവന് അതിക്ക് വെച്ച് കൊടുക്കുകയാണ്. ഗ്യാസ്മേലാണെങ്കിലും തന്നെ ഈ പൊടി അരിക്കണ നേരം കൊണ്ട് നമ്മളെ ചെമ്പ് അടുപ്പത്ത് വെക്കണം കേട്ടോ. 10 മിനിറ്റ് അതും വെക്കണം. ഗ്യാസ്മേലാണെങ്കിൽ ചെറിയ തീയിൽ കേട്ടോ, സിമ്മിൽ 35 മിനിറ്റാണ് വേവിച്ചെടുക്കേണ്ടത്. എൻ്റെ ഓവനിലൊക്കെ 40-45 മിനിറ്റ് ഒക്കെ കേട്ടോ ടൈം വേണ്ടി വരിക ഒരു കേക്ക് ബേക്ക് ചെയ്യാൻ. ഓവനാകുമ്പം പല രീതിയാണ്. ഗ്യാസ് ആകുമ്പം ഏകദേശമൊക്കെ എല്ലാ ഗ്യാസും ഒരേമാതിരി 30-35 മിനിറ്റ് കേട്ടോ. അപ്പം ഞാൻ ഒരു 50 മിനിറ്റ് ഒക്കെ ആയപ്പം എൻ്റെതായിട്ടോ. അപ്പോൾ ഇത് റെഡി ആക്കുന്നത് ഞാൻ കുറച്ച് വലിയ മോൾഡിലാണ് ഒഴിച്ചു കൊടുത്തത്. ഒന്നും കൂടി ചെറുതിലാകുമ്പം ഒന്നും കൂടി ഹൈറ്റ് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് പീസ് അധികം കിട്ടാൻ വേണ്ടിയാണ്ട് ഞാൻ കുറച്ച് വലിയ മോൾഡിലാണ് ഇത് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ഈ കട്ടിങ്ങൊക്കെ നല്ലോണം ചൂടാറിയിട്ട് വേണം കേട്ടോ, അല്ലെങ്കിൽ പൊടിഞ്ഞു പോവേ. അപ്പം നമുക്കിത് നല്ലോണം ഒന്ന് ചൂടാറിയിട്ട് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോഴും നല്ലോണം ശ്രദ്ധിക്കണേ. നല്ലോണം ചൂടാറിയിട്ട് തണുത്തിട്ട് വേണം കട്ട് ചെയ്യാൻ. പിന്നെ കുറച്ച് അത്യാവശ്യം മൂർച്ചയുള്ള കത്തിയായാൽ നല്ല ഷേപ്പിൽ കിട്ടും. അപ്പോൾ നമ്മൾ അടിപൊളി ടീ കേക്ക് ഇവിടെ റെഡി ആക്കണം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ചാണ് വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.